ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടാൽ തന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പോയിട്ടൊന്നുമില്ല. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. മറൈൻ ഡ്രൈവിൽ ശരിക്കും പറഞ്ഞാൽ മഴവിൽ പാലം, റെയിൻബോ, എല്ലാവർക്കും അറിയാം, എല്ലാ കൊച്ചുകുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവിലെ നമ്മുടെ മഴവിൽ പാലം. അപ്പോൾ അനുബന്ധിച്ച് തന്നെ ഒരു ഹൗസ് ബോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് കടലിലല്ല, കരയിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരും. അതിൻ്റെ പേര് നാട്ടു രുചി എന്ന് പറയുന്ന നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു സംഭവം ഇവിടെ സെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. അത് നല്ല രസമാണ് കാണാൻ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ കിട്ടാത്ത സംഭവങ്ങളില്ല. എല്ലാ നാടൻ രുചിയുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ഈ നാട്ടുരുചി എന്ന് പറഞ്ഞാൽ ഈ നാടൻ ഭക്ഷണശാല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കിട്ടും. ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഓക്കെ, ഷിപ്പ് കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെ നമ്മുടെ ബോൾഗാട്ടി പാലസാണ്. ഇതിൻ്റെ ഒത്തിരി ടൂറിസ്റ്റ് ആളുകൾ ഇവിടെ വന്ന് ടൂറിസം നടത്തി പോകുന്ന ഒരു ഏരിയയാണിത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നമുക്ക് വിഭവം ശരിയാക്കി കാണിച്ചു തരാമെന്നുള്ളത് നമ്മൾ ഇവിടുത്തെ കിച്ചണിൽ ചെന്നാൽ നമ്മുടെ ഷെഫിനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി നമുക്ക് ഈ നാടൻ രുചി എന്ന ഹൗസ് ബോട്ടിൻ്റെ കിച്ചണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കരയിൽ ഒരു കെട്ടുവള്ളം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല അല്ലേ? ഇതാണ് ആ കെട്ടുവള്ളം. അവിടെ നാട്ടുരുചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഒരു കെട്ടുവള്ളത്തിൻ്റെ, അതായത് ഒരു ഹൗസ് ബോട്ടിൻ്റെ ആകൃതിയിൽ, കടലിലല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കരയിലാണ് അത് പണിത് വെച്ചിരിക്കുന്നത്. വിശ്വാസമായില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഇത് കരയിലാണ് ഇരിക്കണേന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഭവം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ നാടൻ രുചി തേടി വന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഹൗസ് ബോട്ടിലാണ്, കരയിലാണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഭവം എന്താണെന്നുള്ളത് കിച്ചണിൽ പോയി നമുക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ കണ്ടില്ലേ? ഓക്കെ, കിച്ചണിനകത്ത് 7 പേരുണ്ടല്ലോ. ശശി. എവിടെ വീട്? എന്റെ കോട്ടയാണ്. കോട്ടയാണല്ലോ. അപ്പൊ ഇത് എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 8 മാസത്തോളാവും. ഇത് തുടങ്ങിയിട്ട് മൊത്തം 8 മാസമായിട്ടുള്ളൂ. പുതിയ റെസ്റ്റോറൻറ്റാ. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ആകർഷണമുണ്ട്. കാരണം ഈ ഹൗസ് ബോട്ടിന്റെ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു കെട്ടും എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു ഭംഗിയുള്ളൊരു റെസ്റ്റോറന്റ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ പീര. മീൻ പീര എന്നൊക്കെ പറഞ്ഞു. മീൻ പീര എന്ന് പറഞ്ഞാൽ ചിക്കൻ പീര, ചിക്കന്റെ പീര പോലെ. പിന്നെ ഇടിയിറച്ചി, പിന്നെ ഈ ക്രാബ് റോസ്റ്റ്, പിന്നെ ഉള്ള കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ ഉപ്പാസ്, നമുക്ക് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഈ റെസ്റ്റോറന്റിൽ നമ്മൾ എന്താണ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്? പുതിയൊരു ഡിഷ് ആയിരിക്കണം. എങ്ങും ഇല്ലാത്ത ഒരു തരത്തിലുള്ള, അതാണ് നമുക്ക് വേണ്ടത്. ഈ രുചി തേടിയുള്ള യാത്രയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കാണിച്ചു. അപ്പോൾ ഒന്നും എങ്ങും ഇല്ലാത്ത ഒരു ഇടിയിറച്ചി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇടിയിറച്ചി എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് വെറൈറ്റി തന്നെ ആയിരിക്കുള്ളൂ. ഇടിയിറച്ചിയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കിച്ചണിലേക്ക് പോകാല്ലേ? ഇടിയിറച്ചി കിച്ചണിലോട്ട് പോകുന്ന പറയുമ്പോൾ നമുക്കൊന്ന് വെളിയിലിട്ട് ചെയ്യുന്നല്ലേ ഒന്നുകൂടെ ശരി. നമ്മള് അകത്തിരുന്ന് അത് ശരിയാക്കണേലും നല്ലത് ഈ കൊച്ചിയുടെ എന്താ പറഞ്ഞാൽ ഈ കായൽ റാണിയുടെ ആ ഹെഡ്, ആ തലയിലിരുന്ന് തന്നെ അതിന്റെ കാറ്റും, അത് നമ്മുടെ ഈ പ്രകൃതിദത്തമായ കാറ്റും അതുകൊണ്ട് കടലിന്റെ ഒക്കെ ഒരു മണമൊക്കെ കൊണ്ട് നമുക്ക് പുറത്തിരുന്ന് അത് ശരിയാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം, കിച്ചണിൽ കയറാണ്ട് നമുക്ക് പുറത്ത് ഇറങ്ങി നമുക്ക് പ്രകൃതി രമണീയമായ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇറച്ചി പാകം ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പ്രിയമുള്ളവരെ, നാട്ടുരുചി എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ഹൗസ് ബോട്ട് പോലെ ഇരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ നിന്നും, അതായത് അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പുറത്ത് നേരത്തെ പറഞ്ഞ് നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നിട്ട് പാചകം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഐറ്റത്തിൻ്റെ പേരാണ് ഇടിയിറച്ചി. നമ്മൾ ആദ്യമായിട്ട് കേട്ടാണ്. ഇടിയിറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശശിചേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ചേട്ടാ വേണ്ടത് ശശിചേട്ടാ? അതിനകത്ത് ഇടിയിറച്ചി ഉണ്ടാക്കാനായിട്ട് എന്ത് ഇറച്ചിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? പിന്നെ ബീഫാണ്, സാധാരണ ബീഫാണല്ലോ. ഈ ഇടിയിറച്ചി എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഇടിയിറച്ചി പറയുന്നത് ഇത് വയനാട്ടിൽ നിന്ന്
ഉണക്കി എടുത്തോണ്ട് വരുന്ന ഇറച്ചിയാണ്. വയനാട്ടിൽ നിന്നാണ്. എന്നാലും വയനാട്ടുകാരൻ എന്ന് പറയുന്ന ഒരാള് അവിടെ പിന്നെ ഉണക്കി എടുക്കുന്നുണ്ട് ഈ ഇറച്ചി. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുകൊണ്ട് ഉണക്കിയെടുക്കും. നമ്മൾ സാധാരണ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത ഇറച്ചിയാണ്. അതിന്റെ പേര് ഇടി ഇറച്ചി എന്ന് പറയുന്നത്. ആ ഇറച്ചി ഇവിടെ കൊണ്ടുവന്ന് നമ്മളിത് ഉരലിനകത്തിട്ട് ഇടിക്കും. ഓ അത് ശരിയാ. ഓ അങ്ങനെ ഉണക്കിയെടുത്ത ഇറച്ചി നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഉരലിട്ട് ഇടിച്ചെടുക്കും. അതാണ് ഇടി ഇറച്ചി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സാധാരണ കരുതി പള്ളൊക്കെ കിട്ട് കുത്തിയിട്ടിന്ന് പറയില്ലേ, അതായിരിക്കും എന്ന് കരുതി. അപ്പൊ എന്തായാലും ഇത് ടേസ്റ്റി ആയിരിക്കും അല്ലേ? ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇറച്ചി ഇവിടെ നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ടോ? എടുത്തങ്ങനെയല്ലേ? ഇതാണ് അത്. ഇതാണ്. ഇത് കണ്ട, ഇതാണ് ആ ഇറച്ചി. ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? സാധാരണ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ കഷ്ണമായിട്ട് റെഡ് പോലെയൊക്കെ ഇരിക്കുന്ന സംഭവമാണ്. ഇതെനിക്ക് തോന്നുന്നത് എന്താണ്, നമ്മൾ സാധാരണ ഈ എന്താണ് ചെറിയ ഒരു മിഠായിയൊക്കെ കഴിക്കുന്ന ബേക്കറിലൊക്കെ കിട്ടുന്ന പോലെ ഇരിക്കുന്ന ഒരു മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്താണ്. ആദ്യം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഈ ബീഫ് കഷ്ണമായിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഉരലിലിട്ട് ഇടിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു പരിവാവണല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് പിന്നെ എണ്ണ ഒഴിക്കുക. അപ്പൊ ബീഫല്ല ആദ്യം എടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് എണ്ണ എടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്? ചേരുവകൾ എന്ന് പറയുന്നത് ഈ മുളക് ഇടിച്ചത് ഒക്കെ ഇടിച്ചതാണ് വേണ്ടതല്ലേ? ഓ ശരി. മുളക് ഇടിച്ചതാണ്. സാധാരണ കൊല്ലമുളക്, ഉണക്കമുളക് ഇടിച്ച് അതും ഒരലിട്ട് ഇടിച്ച് എടുക്കണതാണ്. പൊടിയല്ല. പിന്നെ സവോള, ഉള്ളി സാധാരണ ചെറിയ ഉള്ളി അതും ഇടിച്ച് അരച്ച് എടുത്താക്കണം. ചതച്ചെടുത്താക്കണാണ് കല്ലിൽ വെച്ചിട്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഉണ്ട്. അതുണ്ട്. പിന്നെ ഗരം മസാല. പിന്നെ ഇതെന്താണ്? മുളക് പൊടി, സവോള, വേപ്പില, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയാ. ഇത് പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്. അപ്പൊ സാധാരണ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇറച്ചിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലും ഇത്തിരി വെറൈറ്റി ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടിച്ചെടുത്ത മുളകാണ് ഏറ്റവും കൂടുതൽ ഇത്തിരി സ്പെഷ്യലി ആയിട്ട് നമ്മൾ വെക്കേണ്ട സംഭവം. വയനാട് പാറയുടെ മുകളിൽ വിരിച്ചിട്ടാണ് ഉണക്കണല്ലേ. അങ്ങനെ ഉണക്കിയാലും മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാലും അതിന് ഹാർഡായിട്ടുള്ളൊരു ഇത് കിട്ടുള്ളൂ അല്ലേ. സാധാരണ വെയിലത്തല്ല, ഈ പാറയുടെ ചൂടും നമ്മുടെ സൂര്യൻ്റെ ചൂടും കൂടി കിട്ടിയാലും മാത്രമേ ഒരു എന്താ പറയുക, ഇപ്പൊ തന്നെ പിടിച്ചു നോക്കുമ്പോൾ നല്ല ഹാർഡ് അടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഉണങ്ങിയാൽ അതാണ് പറയണത്. നമുക്ക് വയനാട് പോയി ബീഫ് വാങ്ങിക്കണമെന്ന്. ഇവിടെ കിട്ടും നമുക്ക്, പക്ഷെ ഉണക്കിയെടുക്കാൻ പറ്റൂല. അപ്പൊ ഇനി ബീഫാണ്. എന്തായാലും കാണാൻ ഒക്കെ ഒരു രസമുണ്ട് കേട്ടോ. കാരണം കാണുമ്പോൾ തന്നെ തിന്നണം എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാല്ലേ പാനിലേക്ക്. ഇത് നമ്മൾ ഒരാൾക്ക് കഴിക്കാൻ ഉള്ളൊരു ക്വാണ്ടിറ്റി അല്ല, രണ്ടുപേർക്ക് കഴിക്കാല്ലേ. ഇതെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒത്തിരി കഴിക്കുമായിരുന്നു. കുറേശ്ശെ 3-4 പേർക്കൊക്കെ ടച്ചപ്പ് പോലെ എടുക്കാനുള്ള സംഭവമാണ്. ചോറിന്റെ കൂട്ടത്തിലൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇത്തിരി തൊടുകറി പോലെ. അപ്പൊ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കാരണം സാമ്പാറൊക്കെ ഒഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ എടുത്ത് മറിച്ച് ഒഴിക്കണ പോലെ എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. തൊടുകറി പോലെയൊക്കെ ഒരു പിടി എടുത്തിട്ട് ഒന്ന് മുക്കി അല്ലേ. ഓക്കെ, അതായിരിക്കും അതിന്റെ ടേസ്റ്റ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേപ്പില ഇടണമല്ലേ. ഇത് നമ്മുടെ വീട്ടിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ. വേപ്പിലിട്ടു. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, ഉള്ളിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കും അല്ലേ. അല്ല, ഉള്ളിയൊക്കെ വേണതിൻ്റെ ഒരു മണം, നല്ല സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ഹൗസ് ബോട്ട്, നമ്മൾ ഇത് പുഴയിൽ ഓടുന്ന അല്ലെങ്കിൽ കായലിൽ ഓടുന്ന ഹൗസ് ബോട്ടല്ല, ഇത് കരയിൽ ഓടുന്ന ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മനോഹാരിത ഉണ്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ട് കുറച്ചും കൂടി നേരം കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അതിനകത്ത് കയറി ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അത് തന്നെ ഒരു അല്ലേ ഒരു ഉണർവായിരിക്കും ഉള്ളത്. ഇനി എന്തായിരുന്നു ചേട്ടാ? ഇനി നമ്മുടെ ഉണക്ക മുളക് പൊടിച്ചത്.